തിരുവോണ ദിവസമായിട്ട് നമ്മളിതാ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പ്രത്യേകിച്ച് ആളും ബഹളമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ദിവസം പോലത്തെ ഒരു ദിവസം തന്നെയായിരുന്നു നമുക്കിന്ന്. ഓണത്തപ്പനെ എതിരേക്കാനായിട്ട് 10 പൂക്കളാണ് നമ്മൾ ഇട്ടത്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇട്ടിട്ട് ഏറ്റവും വലിയൊരു അത്തപ്പൂക്കളവും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കുരുത്തോല പന്തൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അടയിൽ തൂക്കിയിട്ടു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഓണം. അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല. പൂക്കളിടുന്നു, സദ്യ ഉണ്ടാക്കുന്നു, പായസം കുടിക്കുന്നു, മത്ത് പിടിച്ച് അവിടെ കിടക്കുന്നു. അത്രേ ഉള്ളൂ നമ്മുടെ ഓണം. അവിടെ തീർന്നു. അപ്പം നമ്മൾ ആ സദ്യ ഉണ്ടാക്കുന്നുള്ള ഒരുക്കത്തിലായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി തന്നെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാറും അവിയലും ഒക്കെ ക്യാബേജും പോലത്തുള്ളതൊക്കെ ഉണ്ടാക്കാൻ മതിയായിരുന്നു നമുക്കിന്ന്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച അച്ചാറും ഇഞ്ചിക്കറിയും പിന്നെ നാരങ്ങ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ തലേന്നേ ഉണ്ടാക്കി വെച്ചു. പിറ്റേന്ന് നമുക്ക് അധികം പണി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അമ്മയുടെ അമ്മ ഓണത്തിന് പലഹാരങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, കളിയടയ്ക്ക പോലത്തേക്ക്. പക്ഷെ അത് ഇപ്രാവശ്യം ഉണ്ടാക്കിയില്ല. അത് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ അധികം ടൈം അതിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം കുറച്ച് സാധനം മതിയെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് മാറ്റി വെച്ചു. ചുവന്നുള്ളി അരിഞ്ഞരിഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളം വന്ന് നിൽക്കുന്ന ചിന്നപ്പനെയാണ് നിങ്ങളെ കാണുന്നത്. പിന്നെ നമ്മുടെ കറികളൊക്കെ ഏകദേശം സെറ്റായി കഴിഞ്ഞായിരുന്നു. അവിയലൊക്കെ അമ്മ ഉണ്ടാക്കി. ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കണം പായസം വരെ റെഡിയായി കഴിഞ്ഞപ്പോൾ എന്നെയും ചിന്നുവിനും അമ്മ ഇല വെട്ടാനായിട്ട് വിട്ടു. ഇല വെട്ടാനാണ് പാട്. കാരണം വാഴയില നമുക്കുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും മുകളിലാണ്, എത്താത്ത സ്ഥലത്തായിരിക്കും പൊട്ടാത്ത ഇലയുള്ളത്. അപ്പോൾ ചിന്നുവാണ് ഞാൻ ധൈര്യപൂർവ്വം പോയി വെട്ടാൻ ചോദിച്ചത്. എൻ്റെ ധൈര്യം കണ്ടു എന്നും പറഞ്ഞ് വെട്ടാൻ പോയ ആളാട്ടോ കാണുന്നത്. എനിക്ക് അവളുടെ അത്രയും പോലും പൊക്കമില്ലാത്തതുകൊണ്ട് എനിക്കത് എത്തത്തില്ല. ബുദ്ധിപരമായി വാഴയില എങ്ങനെ പറിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. വെറുതെ അല്ല ഞാൻ 10ാം ക്ലാസ് പാസ്സായി എന്നുള്ള ഡയലോഗ് അടിച്ചിട്ട് പോണതാണ് കാണുന്നത്. അങ്ങനെ തൻ്റെ ദൗത്യം ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് കൊണ്ടോ എന്തോ ആ മുഖത്തും വല്ലാത്തൊരു അഹങ്കാര ഭാവം കണ്ടില്ലേ. അങ്ങനെ ഒരെണ്ണം വെട്ടിയപ്പോൾ തന്നെ ചിന്നു ആയുധം വെച്ച് കീഴടങ്ങി. ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് വെട്ടിയെടുത്തത്. അങ്ങനെ നമുക്ക് വേണ്ട കുറച്ച് പൊട്ടാത്ത ഇലകൾ മാത്രം പൊട്ടിച്ചുകൊണ്ട് നമ്മൾ പോയിട്ടു. ആദ്യത്തെ ഇല നമ്മൾ ഇട്ടത് കാർന്നോമാർക്ക് വേണ്ടിയാണ്. അതിനകത്ത് നമ്മൾ ഓരോ ഉണ്ടാക്കി വെച്ചത് ആദ്യം നമ്മൾ ആ ഇലയിലായിരിക്കും വിളമ്പുക. എന്നിട്ട് മാത്രമേ നമ്മളത് എടുക്കുകയുള്ളൂ. അത് എല്ലാ കൊല്ലം എല്ലാ വിഷുവിനും ഓണത്തിനും ഒക്കെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാറുണ്ട്. എല്ലായിടത്തും വെക്കുമെന്ന് അറിയില്ല, ഇവിടെ എന്തായാലും അങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം നമുക്ക് കാർന്നോമാർക്ക് വെക്കാമെന്നാണ് അതിന് പറയണത്. ഇവിടെ പായസവും വെള്ളവും ഉൾപ്പെടെ നമ്മളൊരു ഗ്ലാസ്സിലായിട്ട് സൈഡിലായിട്ട് വയ്ക്കും. അങ്ങനെ എല്ലാ കറികളും നമ്മൾ അത്യാവശ്യം വിളമ്പി വെച്ചായിരുന്നു. പിന്നീടാണ് ഞാൻ മറന്നുപോയൊരു കറി ചിന്നു ഓർമ്മിപ്പിച്ച ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടായില്ല. അങ്ങനെ അതും വെച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാം ആയി. നമ്മളത് അവിടെ വെച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനും നമ്മളിങ്ങനെ ആട്ടോ വീട്ടിൽ ഫുഡ് കഴിക്കുക, എല്ലാം അടുത്തടുത്ത് വയ്ക്കും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമുക്ക് എടുത്ത് കഴിക്കാം. ആരും വിളമ്പി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ.